ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് ആയ 15 പേരുടെ പേര് ലഭിച്ചിട്ടുണ്ട്. അവർ എവിടെയാണ് ഡാൻസ് പെർഫോമൻസ് തുടങ്ങിയോ? അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ ആൾക്കാരെ ട്രോളിക്കൊണ്ട് വീണ്ടും ഒരു ബിഗ് ബോസ് പ്രൊമോ വന്നിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 15 പേര് ഇപ്പോൾ കൺഫേംഡ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി 16ാമത്തെ ഒരാളുണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്. 18 പേരാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെ പേരായിട്ട് ഞാൻ പറയാം കേട്ടോ. ഒന്നാമതായിട്ട് ആക്ടർ ആയിട്ടുള്ള മുൻഷി രഞ്ജിത്ത്. ഞാൻ ഇതുവരെ എന്റെ പ്രൊഡിക്ഷനിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുൻഷി രഞ്ജിത്തിന്റെ പേര്. അപ്പൊ മുൻഷി രഞ്ജിത്ത് കൺഫേംഡ് ആണ്. ഇപ്പൊ ചിലപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലായിരിക്കും ഇപ്പോൾ. അടുത്തത് രണ്ടാമതായിട്ട് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി അതൊക്കെ ചെയ്യുന്ന ഒരു ദീപക് മോഹനാണ്. പുള്ളിക്കാരൻ കൺഫേംഡ് ആണ്. ഇപ്പൊ അവിടെ ഹോട്ടലിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് സീരിയൽ ആക്ടർ ആയിട്ടുള്ള ഷാനവാസ് ഷാനു. പുള്ളിക്കാരനും കൺഫേംഡ് ആണ്, ഹോട്ടലിലുണ്ട്. ചിലപ്പോൾ ഇപ്പൊ ഡാൻസ് പെർഫോമൻസിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും ഇപ്പോൾ. അടുത്തത് നാലാമതായിട്ട് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിശ്രീ. അഞ്ചാമത് റീസെന്റ് കഴിഞ്ഞുപോയ ഏഷ്യാനെറ്റില് റീസെന്റ് കഴിഞ്ഞുപോയ ഗീത ഗോവിന്ദം സീരിയലിലെ ആക്ട്രസ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ. പുള്ളിക്കാരിയും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ഇന്റർവ്യൂർ ആയിട്ടുള്ള ഷാരിക. ഏഴാമത് ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്ത്. എട്ടാമത്തത് ആക്ട്രസ് ആയിട്ടുള്ള അനുമോൾ. ഒൻപതാമതായിട്ട് ആക്ട്രസ് ആയിട്ടുള്ള രേണുസുതി. അടുത്തത് 10ാമതായിട്ട് ആർട്ടിസ്റ്റും അതുപോലെ അഡ്വക്കേറ്റും ആയിട്ടുള്ള ശൈത്യ സന്തോഷ്. പുള്ളിക്കാരി കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 11ാമതായിട്ട് ആക്ടർ ആയിട്ടുള്ള ആര്യൻ കഥൂരിയ. അടുത്തത് ഫുഡ് വ്ളോഗറും ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒനിയൽ സാബു. അടുത്തത് മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാൻ. അടുത്തത് 14ാമതായിട്ട് ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ. 15ാമത് ലെസ്ബിയൻ കപ്പിൾസ് ആയ ആദിലയും നോറയും. ഈ 15 പേരും ഹോട്ടലിലുണ്ട്. പിന്നെ ഇപ്പോൾ കറന്റ് ചിലപ്പോൾ ഡാൻസ് പെർഫോമൻസിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ ഡാൻസ് പെർഫോമൻസ് നടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്റ്റേജിൽ. അപ്പൊ ഈ 15 പേര് ഉറപ്പിച്ചോളൂ വീട്ടിലേക്ക് കയറാൻ. ഇനി നാളെ പക്ക കൺഫേംഡ് ആയിട്ടുള്ള 18 പേരും കിട്ടും. നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം. കാരണം ഇതുവരെയായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ മാറ്റിയാലോ അവസാന നിമിഷം പറയാൻ പറ്റില്ല. അപ്പൊ ഈ 15 പേരെന്തായാലും അവിടെ ഉണ്ട്. ചെന്നൈയിലുണ്ട്, ചെന്നൈ ഹോട്ടലിലുണ്ട്, പിന്നെ നമ്മുടെ സെറ്റിലുണ്ട്. നമ്മുടെ ഡാൻസ് പെർഫോമൻസുമായിട്ട് അവിടെ ഉണ്ട് ഈ 15 പേരും. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് വരും. ഈ 15 പേര് വന്നാൽ മതി. ഇതാണ് ഇപ്പൊ ഇത്രയും പേര് അവിടെ ഉണ്ട്. ഈ 15 പേര് അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇനി 16ാമതായിട്ട് ഒരു കോമണറായിരിക്കും ഉണ്ടാവാൻ ചാൻസ്. പിന്നെ 17ഉം 18ഉം. ഈ 17ഉം 18ലും എനിക്ക് ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ RJ ബിൻസി ആവാം. പിന്നെ നമ്മുടെ ഇനി 2-3 പേരുടെ പേരുണ്ട്. നമ്മുടെ ജിഷിൻ മോഹന്റെ പേരുണ്ട്, രേഖ രതീഷിന്റെ പേര്. നമുക്ക് നോക്കാം ഇതിൽ ആരാണ് വരാൻ പോകുന്നത്. പിന്നെ ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരാളും കൂടി വന്നാലോ, നമുക്ക് നോക്കാം. പിന്നെ ഇന്നത്തെ 2 days ലെഫ്റ്റ് പ്രൊമോ കണ്ടോ? ലാലേട്ടൻ വന്നിട്ട് ബനാനെ ഒരു കൈ തരാമെന്ന് പറഞ്ഞ പാട്ട്, നമ്മുടെ വാഴ സിനിമയിലെ പാട്ടൊക്കെ പാടിയിട്ട് 2 വാഴക്കോലയും തൂക്കി പിടിച്ച് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് വാഴകൾ ഇനി നടക്കില്ല എന്ന് വെച്ചിട്ട് വാഴകൾക്ക് ഇനി ബിഗ് ബോസ് നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതി നമുക്കൊരു ഇതാണ് തരുന്നത്. ഇതേപോലെയൊക്കെ നടന്നാ മതിയായിരുന്നു. കഴിഞ്ഞ സീസണില് കുറെ ഇതേപോലെ കേട്ടവരുണ്ട്. ഇങ്ങനെ ഇതൊരു വാഴയാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കേട്ടു. അങ്ങനെ വാഴ എന്നൊരു പേര് വരുന്നെങ്കിൽ അവര് ആ സീസണിൽ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയുള്ളവരെയൊക്കെയാണ് വാഴ എന്ന് കൂടുതലും ബിഗ് ബോസിലുള്ളവർ വിളിക്കുന്നത്. അപ്പോ അതിനെ ഇതാക്കാൻ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നല്ലോണം കളിക്കാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ വേലകളൊന്നും ഇനി നടക്കില്ല എന്നാണ് ഈ ഒരു പ്രൊമോയിലൂടെ പറയുന്നത്. പിന്നെ ഇന്നലെ മിനിയാന്ന് മുതൽ ഇപ്പൊ നമ്മുടെ പ്രൊമോയിൽ ഒരു 3-4 കാർഡുകളെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ ഈ മിനിയാന്ന് 6 days ലെഫ്റ്റ് പ്രൊമോയിലാണെന്ന് തോന്നുന്നു പരദൂഷണ കാർഡൊക്കെ വന്നു. ഇനി എന്തൊക്കെയാ പുതിയ കാർഡുകൾ വരാൻ പാടെന്ന് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ഡാൻസ് ആണ്, ചെന്നൈയിൽ ഡാൻസ് നടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നാളെ ലാലിന്റെ ഒപ്പം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സും സ്റ്റേജിൽ വന്നിട്ട് എന്തൊക്കെയോ ടാസ്ക് പോലെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോ കണ്ടസ്റ്റന്റ് കൂടെ നിന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതായിരിക്കും, അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി മെമ്പർ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് നോക്കാം.
പിന്നെ വേറെന്താ ഉള്ളത്, വേറെ ഒന്നുമില്ല. ഇനി 3 പേരുടെ കൺഫേം ഉണ്ട്. അതിലൊരാൾ കോമണർ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് അറിയില്ല. പക്ഷെ കോമണറുടെ കഴിഞ്ഞ വർഷത്തെ പോലെ കോമണറുടെ ഒരു പ്രൊമോ ഒന്നും വന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.